ഹലോ ഒരുവാൻ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ECTP അക്കാഡമിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന റെയിൽവേ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളെ അവരുടെ സ്വപ്ന ജോലിയായിട്ടുണ്ടായിരുന്ന കേന്ദ്ര സർക്കാർ ജോലികളിലേക്ക് എത്തിക്കുന്ന എക്സാമിനേഷൻസ് ആണ് റെയിൽവേ എക്സാമിനേഷൻസ് പറയുന്നത്. ഒരുപാട് പേർക്ക് ഈ പറയുന്ന കേന്ദ്ര സർവീസിലേക്ക് ജോലി കിട്ടുന്നത് ഈ പറയുന്ന റെയിൽവേ എക്സാമിനേഷൻസ് വഴിയാണ്. അങ്ങനെ ഒരുപാട് പേര് കാത്തിരിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് ഇൻക്വയറീസ് വരുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന TTE അല്ലെങ്കിൽ ഈ പറയുന്ന TC എന്ന് പറയുന്നത്. അപ്പോൾ ആ തസ്തികയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഈ TE അല്ലെങ്കിൽ എന്താണ് TC എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ വിവരം നമ്മൾ ആദ്യം തന്നെ പറയുന്നതായിരിക്കും. ഈ പറഞ്ഞ TC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിലെ ഈ പറയുന്ന ടിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ മറ്റു ചെക്ക് ചെയ്യുന്ന ആളിനെയാണ് TC എന്ന് പറയുന്നത്. എന്നാൽ TT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ലോങ് ഡിസ്റ്റൻസ് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന റെയിൽവേ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രെയിനകത്തൊക്കെ നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന സമയം നമ്മൾ റിസർവ് ചെയ്ത ട്രെയിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് പോകാറുണ്ട്. അപ്പോൾ റിസർവ് ചെയ്ത് പോകുന്ന ട്രെയിനുകളകത്ത് പ്രധാനമായും ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ വരുന്ന നമ്മളിപ്പോൾ TT എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് ഓടി വിളിക്കാറുള്ള നമ്മുടെ ഈ പറയുന്ന എന്താണ് ഒരു തസ്തികയാണ് നമ്മുടെ TT എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് തസ്തികകളിലേക്കും പ്രധാനമായിട്ട് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരിക അല്ലെങ്കിൽ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് നടത്തുകയും ചെയ്യുന്നത് നമ്മുടെ റെയിൽവേ ആണ്. അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുക ഈ പറയുന്ന TTക്ക് അല്ലെങ്കിൽ TCക്ക് വേണ്ടിയിട്ട് പ്രത്യേക എക്സാമിനേഷൻ നടത്തിയിട്ടായിരിക്കും വിളിക്കുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്ന 12th ലെവല് നമ്മളതിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻസിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ TC അല്ലെങ്കിൽ TT എന്ത് ചെയ്യുന്നത് എടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ പ്രധാനമായിട്ടും വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് എന്ന് പറയുന്നത്. ഈ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം TTയും TT ഒക്കെ TCയും TT ഒക്കെ എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ ഈ പറയുന്ന ജോലി കിട്ടിയിട്ട് കുറച്ച് നാള് ഈ പറയുന്ന രീതിയിൽ എന്താണ് ക്ലർക്കായിട്ട് ജോലി ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾ ഈ പറയുന്ന ലോക്കൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ആളുകളുമായിട്ട് ഇടപെടാനുള്ള ഒരു ത്രാണി കൊണ്ട് മനസ്സിലാവുന്നതോടുകൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന TC TTയിലേക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു വിടുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. ഇനി ഈ NTPC എക്സാമിനേഷൻ പ്രധാനമായും 12th ഗ്രേഡ് എക്സാമിനേഷൻസ് നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഭാഗം ഇനി നടക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് എക്സാമിനേഷൻസ് NTPCയുടെ ഉണ്ട്. ഒരു ഭാഗം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. ഓക്കെ, മെയ് ജൂൺ മാസങ്ങളായി ജൂൺ മാസം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ജൂൺ മാസങ്ങളോട് തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ എന്ത് ചെയ്യുന്നുണ്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ സെലക്ഷൻ പ്രോസസ് ആണ് പ്രധാനമായിട്ട് ഈ പറയുന്ന TT അല്ലെങ്കിൽ TCക്കകത്ത് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഉള്ളത് എന്നുള്ളതാണ്. അത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ട് 3 സ്റ്റേജുകളാണ് ഉള്ളത്. ഒന്ന് CBT 1, CBT 2 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അതായത് ആദ്യം തന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കാണും അല്ലേ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് ഒരു പരീക്ഷ കാണും. അതിനുശേഷം രണ്ടാമതൊരു പരീക്ഷ കാണും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ആ ഒരു തസ്തികയിലേക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ കടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, നിങ്ങൾക്കറിയാം ഒരുപാട് തസ്തികകളുണ്ട് എനിക്ക് കീഴിൽ. നോക്കിയേ എന്താണ് ജൂനിയർ ക്ലർക്ക് ആൻഡ് ടൈപ്പിസ്റ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് ആൻഡ് ടൈപ്പിസ്റ്റ്, ട്രെയിൻ ക്ലർക്ക് എന്ന് പറഞ്ഞ ഒരുപാട് തസ്തികകളുണ്ട്. അതിനകത്ത് ഒരു തസ്തിക മാത്രമാണ് ഈ പറയുന്ന TT അല്ലെങ്കിൽ TC എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമായിട്ട് പ്രത്യേക എക്സാമിനേഷൻ പൊതുവെ വിളിക്കാറില്ല. അതെല്ലാം തന്നെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വിളിക്കാറുണ്ടെന്നുള്ളത്. ഇനി നിങ്ങൾ നോക്കുകയാണ് ഈ പറയുന്ന ഏജ് അല്ലെങ്കിൽ ഇപ്പോൾ ഏജ് റിലാക്സേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 18 വയസ്സ് മുതൽ എന്ത് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന +2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ +2 അല്ലേ 10+2 കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. 18 വയസ്സാണ് ഏറ്റവും മിനിമം പ്രായം. +2 ആണ് മിനിമം വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന രീതിയിൽ എത്രയാണ് 10+2 ആണ്. മിനിമം ഏജ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 വയസ്സ് വരെ ആയിരിക്കും. അതേപോലെ എക്സ് സർവീസ്മാർക്കും പൊതുവെ ഈ പറയുന്ന രീതിയിൽ ഏജ് റിലാക്സേഷൻ ലഭിക്കാറുണ്ട്. അതേപോലെ തന്നെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അല്ലെങ്കിൽ OBC വിഭാഗത്തിൽ പെടുന്നവർക്കാണെങ്കിൽ 3 വർഷം അടുപ്പിച്ചും, SC/ST വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ 5 വർഷം അടുപ്പിച്ചും, അതേപോലെ തന്നെ വെറ്ററൻസ് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് സർവീസ്മാരാണെങ്കിൽ അല്ലേ ഒരുപാട് പേര് ഇപ്പോൾ എക്സ് സർവീസ്മാർ അതായത് ഈ പറയുന്ന രീതിയിൽ ആർമിയിൽ നിന്ന് നേവി എയർഫോഴ്സ് ഒക്കെ റിട്ടയർ ചെയ്തതിനു ശേഷം വന്നതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ റെയിൽവേ എക്സാമിനേഷൻസ് ചെയ്തിട്ട് ഒരുപാട് പേര് ജോലിക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലെ. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേർക്ക് അവർക്ക് ഈ പറയുന്ന അവസരങ്ങളുള്ള പരീക്ഷയും കൂടിയാണ് റെയിൽവേ ഈ പറയുന്ന TT TC ഈ പറയുന്ന 12th ഗ്രാജുവേറ്റ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കും അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനി അതിന്റെ പരീക്ഷ ഒരു എന്താണ് നമ്മളൊരു ലെവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് പാറ്റേൺ എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്. ഇനി കൂടാതെ കറണ്ട് അഫയേഴ്സും ജനറൽ സയൻസും അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും വരും എന്നുള്ളതാണ്. ജനറൽ അവയർസ് തന്നെ ഈ പറയുന്ന രീതി സയൻസ് മറ്റു കാര്യങ്ങളും മാത്തമാറ്റിക്സും റീസണിംഗ് ഒക്കെ തന്നെയാണ് എന്ത് ചെയ്യാത്ത വരുന്നത്. ഏകദേശം 100 മാർക്ക് അടുപ്പിച്ചുള്ള പരീക്ഷ 90 മിനിറ്റ് അടുപ്പിച്ച്. 90 മിനിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എന്താണ് 1.5 മണിക്കൂർ അല്ലെ. 1.5 മണിക്കൂറാണ് എന്ത് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് വരുന്നത് എന്നുള്ളതാണ്. CBT 1 നും 2 ഏകദേശം ഒരേപോലെ തന്നെയാണ്.
പിന്നെ ഹാർഡ്നെസ്, ഈ പറയുന്ന പരീക്ഷ ഹാർഡ്നെസ്സിൽ എന്ത് ചെയ്തിട്ട് വ്യത്യാസം കാണുന്നുള്ളൂ. നമ്മൾ ഈ പറയുന്ന പ്രിലിംസ് മെയിൻസ് എഴുതുന്ന പോലുള്ള വ്യത്യാസം എന്ത് ചെയ്യുന്നു അതിനകത്ത് CPT 1 and 2 ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് സ്വപ്ന ജോലിയാണ് ഈ പറയുന്ന TT ആവണം അല്ലെങ്കിൽ TC ആവണം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് രണ്ട് തസ്തികകളായിട്ട് വിളിക്കുന്നതല്ല. അണ്ടർ ഗ്രാജുവേറ്റിന്റെ കീഴിൽ എന്ത് ചെയ്യുന്നത് വരുന്ന 2 ഭാഗങ്ങളാണ് ഇതെന്നുള്ളത് എന്ത് ചെയ്യണം ആദ്യം തന്നെ പറഞ്ഞിട്ടെ. ഓക്കെ, അപ്പൊ അതിലേക്ക് നല്ല രീതിയിൽ നല്ല പ്രിപ്പറേഷനോട് കൂടി തന്നെ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത് അതിലേക്ക് കയറി പറ്റാൻ വേണ്ടി പറ്റുന്നത്. സാധാരണ പരീക്ഷകളിൽ പഠിക്കുന്ന പോലെ അല്ല, അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് റെയിൽവേ. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്ക് കിട്ടുന്ന ഒരു മേഖലയും കൂടിയാണ് റെയിൽവേ. പണ്ടത്തെ കൂടെ റെയിൽവേ പണ്ട് ഈ പറയുന്ന രീതിയിൽ എല്ലാവർക്കും അറിയാം, ഒരു നോട്ടിഫിക്കേഷൻ വന്ന ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്നാലേ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കാണുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച ശേഷം അടുത്തടുത്ത ദിവസങ്ങളായിട്ട് ഈ പറയുന്ന രീതിയിൽ ഓരോ വർഷങ്ങളായിട്ട് ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻസ് വിളിച്ച് ആളുകൾ പരീക്ഷ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പേര് ആളുകൾ എഴുതുന്നുണ്ട്, ഇഷ്ടംപോലെ പേര് ജോലിക്ക് കയറുന്നുണ്ട്. അപ്പം ഇത് നിങ്ങളുടെ ടേൺ ആണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന ജോലി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ജോലി കിട്ടും. നല്ല രീതിയിൽ പറയുന്നത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം, ഒപ്പം സ്മാർട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, നല്ലൊരു ഗൈഡൻസ് ഉണ്ടായിരിക്കണം. സിലബസ് അടിസ്ഥാനപ്പെടുത്തി തന്നെ പഠിക്കാൻ ശ്രമിക്കണം. സിലബസ് നമുക്ക് ഇച്ചിരി വാസ്റ്റ് സിലബസ് ആണ്, ഇംഗ്ലീഷ് ഇല്ല എന്നാൽ പോലും ഈ പറഞ്ഞ രീതിയിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള സിലബസിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വാലി കയറാൻ വലയല്ല, എന്താ നല്ല ടൈം സ്പെൻഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പരീക്ഷയും കൂടിയാണ് റെയിൽവേയുടെ. അപ്പം വരാൻ വേണ്ടി പോകുന്ന റെയിൽവേ എക്സാമിനേഷൻസിന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഈ പറയുന്ന RRBയുടെ കീഴിൽ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ കീഴിൽ ഈ പറയുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് ആണ് NTPCs എന്ന് പറയുന്നത്. അതിന് കീഴിലാണ് അണ്ടർ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ NTPC ഏതും ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നവരാണ്, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നമ്മുടെ ECDB അക്കാഡമിയിൽ നമ്മൾ ഈ പറയുന്ന NTPCക്ക് ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഭാഗമായിട്ട് ലൈവ് ക്ലാസ്സുകളുണ്ട്, നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്, PDF നോട്ടുകളുണ്ട്, ടോപ്പിക് വൈസ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസും എക്സ്ക്ലൂസീവ് എക്കണോമിക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സുകളെല്ലാം നമ്മൾ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. അപ്പം ഈ പറയുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ഈ പറയുന്ന രീതിയിൽ അല്ലെ പണ്ട് കാലങ്ങളിലൊക്കെ ആളുകൾ പറയാറുണ്ട് TT കാണുമ്പോൾ എന്ത് ഓടി വിളിക്കുന്നുണ്ട് അല്ലെ, പത്രത്തില് നല്ല ജോലിയാണ് സത്യം പറയുമ്പോൾ TT എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന TT ആവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകളിലൊക്കെ ചേർന്ന് പഠിച്ച് എന്ത് ചെയ്യാം, അതിലേക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മളെന്ത് ചെയ്യും, നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവര് തൊട്ട് താഴെ കാണുന്ന നമ്പർ വിളിച്ച് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ പരിശ്രമം എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന ആ സമയം മുതൽ എന്ത് ചെയ്യുക, തുടങ്ങുക എന്നുള്ളതാണ്. ഇനിയൊരു സമയം മാറ്റി വെക്കരുത്, ഇവിടെ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ്, അല്ലെങ്കിൽ റെയിൽവേയിലാണ് ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.